ശ്രീ എം ലിജു കൂടി നമുക്കൊപ്പമുണ്ട്. എം ലിജു, സ്വാഗതം. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ വിഷയമെടുത്തപ്പോൾ താങ്കൾ സംസാരിച്ച് നിലപാട് വ്യക്തമാക്കി, താങ്കൾ അടക്കം നടത്തിയ ഇടപെടലുകൾ വ്യക്തമാക്കിയതാണ്. ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത് 3 കാലഘട്ടത്തെ ദൃശ്യങ്ങളാണ്, ആകാശ ദൃശ്യങ്ങളാണ്. 2016-ലും 2020-ലും 2024-ലും തോട്ടപ്പള്ളി മേഖലയ്ക്ക് എന്തു സംഭവിച്ചു എന്നതാണ്. വളരെ വ്യക്തമാണ് ഈ ദൃശ്യങ്ങളിൽ. തോട്ടപ്പള്ളിയിലുണ്ടായ പരിസ്ഥിതിനാശം, കടലേറ്റം, അതൊരു ആഗോള പ്രതിഭാസം എന്ന ന്യായമൊക്കെ പറയാമെങ്കിൽ കൂടിയും അതിനുമപ്പുറം തോട്ടപ്പള്ളിയിൽ ഇത് ഇടവെച്ചതിന് കൃത്യമായൊരു കാരണം നമുക്ക് മുന്നിലുണ്ട്. അവിടുത്തെ മണലെടുപ്പാണ്. താങ്കൾ ഈ സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും ഇത് തോട്ടപ്പള്ളിയിലെ ജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും ഞങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഇത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം യാതൊരു തത്വദീക്ഷയുമില്ലാതെ സാധാരണ ഒരു മൈനിങ് ലൈസൻസ്, ഒരു പ്രദേശത്തൊരു മൈനിങ് ലൈസൻസ് കൊടുത്താൽ പോലും അങ്ങനെ ഖനനം ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ശാസ്ത്രീയമായ അത്തരത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ ഒരു മൈനിങ് ലൈസൻസിൽ ഒന്നുമില്ല. 10-100 ടിപ്പർ ലോറികൾ ദിവസവും വരുന്നു. വലിയ JCB വന്ന് 100 കണക്കിന് JCB വന്ന് കൊണ്ടുപോകുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50 ലക്ഷം ടൺ തീരദേശം എങ്കിലും മണലെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഈ മണലെടുക്കുന്ന സ്ഥലത്ത് നിന്റെ വടക്ക് മേഖലകളിൽ അതിന്റെ ആ സൈഡുകളിൽ മുഴുവൻ തന്നെ വലിയൊരു തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മണലെടുക്കുന്നതിന്റെ ദോഷം, അതുമൂലം കടലിന്റെ ഗതി മാറി അതിന്റെ സമീപ പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാവുന്ന പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദേശീയപാതയുമായിട്ട് ഏകദേശം 100 മീറ്റർ പോലും ബ്രെഡ്ത്ത് ഈ തോട്ടപ്പള്ളി പ്രദേശങ്ങൾക്കില്ല. പല സ്ഥലങ്ങളിലും ദേശീയപാതയും ഈ സ്ഥലവുമായി 50 മീറ്റർ മാത്രമേ ഉള്ളൂ. കടൽ കയറി വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് തന്നെ വലിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടി വൈകിയാണ് പ്രളയജനം വന്നിരുന്നെങ്കിൽ ഈ തീരശോഷണം കാരണം രൂക്ഷമായ രീതിയിൽ തോട്ടപ്പള്ളി എന്ന് പറഞ്ഞ ഗ്രാമം ഇന്ന് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ലാഭക്കൊതിക്ക് വേണ്ടി ഈ നാടിനെ കാർന്നു നിൽക്കുന്ന കവിയന്മാർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ്. തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ചുരുങ്ങിയപക്ഷം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെങ്കിലും ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറിയേക്കാം. ഈ വിഷയമൊക്കെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളും ശ്രമിക്കും, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ CPM ഒരു ഭാഗത്ത് കൃത്യമായി ഇതിന്റെ ഗുണഭോക്താവാകാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് ഒരു ഭാഗത്ത് ജനങ്ങൾ അണിനിരക്കുമ്പോൾ ഇവരതിനെ സാമ്പത്തിക ശക്തി കൊണ്ടാണ് മറികടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഗുണഭോക്താക്കളായി നിൽക്കുന്ന വലിയ സാമ്പത്തിക സ്രോതസ്സിൽ നിന്നും പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ട് ജനരോഷത്തെ അതിജീവിക്കാവുന്ന ചിന്തയാണ് CPM-നുള്ളത്. ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ കിട്ടുന്ന വലിയ സാമ്പത്തിക ലാഭം കണക്കിലെടുക്കുമ്പോൾ അവർ ഈ ജനവികാരത്തെ കണക്കിലെടുക്കാൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ജനം അതിനനുസരിച്ച് പ്രതികരിക്കുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ ജനം തിരിച്ചറിയും ഇത്രയും വലിയൊരു ഒരു തീരശോഷണവും അല്ലെങ്കിൽ കൊള്ളയും നടക്കുമ്പോൾ നാടാണ് ഇല്ലാതാകുന്ന ഒരു ചിന്ത ജനങ്ങളിലേക്ക് എത്തിയാൽ അതിശക്തമായ തിരിച്ചടി ഇവർക്ക് ലഭിക്കും. ഇവര് എല്ലാ തവണയും ഈ ഒരു ജനവികാരത്തെ പണക്കൊഴുപ്പുകൊണ്ട് ഇവരിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അതിജീവിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിരുന്നത്. യെസ്, വളരെ നന്ദി ലിജു.